അടുത്ത 5 കൊല്ലത്തെ കേരള വികസനം ചർച്ച ചെയ്യാൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് തിരുവനന്തപുരത്ത് വിഷൻ 2031 അന്താരാഷ്ട്ര കോൺഫറൻസ് വിളിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇങ്ങനെ ഒന്ന് ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിന് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, കോൺഫറൻസ് വേദിയിൽ സ്വന്തം നിലപാട് എത്തിക്കാൻ വഴിനോക്കുക. 2, കോൺഫറൻസിൽ സർക്കാർ വയ്ക്കുന്ന വികസന നിലപാടിനെ കോൺഫറൻസിന് പുറത്ത് എതിർപ്പുണ്ടെങ്കിൽ വിമർശിക്കുക. ജനാധിപത്യപരമായ പങ്കാളിത്തത്തിൻ്റെതും സംവാദത്തിൻ്റെതും ആയ ആ വഴിയല്ല കേരളത്തിലെ പ്രതിപക്ഷം പിന്തുടർന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നു. കോൺഫറൻസിൽ പങ്കെടുക്കരുത് എന്ന് പ്രതിപക്ഷത്തിന് വേണ്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രമുഖരോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. അമർത്യ സെന്നും റൊമീല ഥാപ്പറും മണിശങ്കർ അയ്യറും ഫാറൂഖ് അബ്ദുള്ളയും കനിമൊഴിയും ശകുന്തള തിൽസ്റ്റഡും ചെന്നിത്തലയുടെ അഭ്യർത്ഥന തള്ളുന്ന കാഴ്ച കേരളം കണ്ടു. വികസനം ചർച്ചയാകരുത് എന്നതടക്കമുള്ള കനുകോലു ഉപദേശങ്ങൾ പിന്തുടർന്നതിൻ്റെ ഫലമല്ലേ പ്രതിപക്ഷത്തിന് കിട്ടിയ ഈ തിരിച്ചടി? വിഷൻ 2031 തിളങ്ങുമ്പോൾ മിഷൻ കനുകോലു മങ്ങുകയല്ലേ?